എനിക്കുള്ളതുമായിട്ടുള്ള സാധനം നോക്കട്ടെ നിനക്കുള്ള സാധനം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്ത് ഈ റോട്ടിൽ കൂടെ നടക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഞാനിപ്പം കുറേ നാളായി ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്തോ ഒരു നമ്മൾ ഈ പറയത്തില്ലേ അറിഞ്ഞുകൂടാത്ത കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുതരം വിഷമം, കുറച്ച് നോയ്സ് ഉണ്ടാവേ റോഡിലായതുകൊണ്ടാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു തരം വിഷമം. അപ്പം എനിക്കങ്ങോട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ല. അങ്ങോട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങനെ തോന്നി. ഒന്നും ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ കോളേജിലോട്ട് പോവാം, കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. എൻ്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് മൈൻഡ് റിഫ്രഷ് ആവുമല്ലോ എന്ന് കരുതി അങ്ങനെ കോളേജിലോട്ട് പോയി ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ വീഡിയോ ഒന്നും ഇടുന്നില്ല, അപ്പോൾ ചാനലിൽ വീഡിയോ ഒന്നും ഇടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാം. എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫൊന്നും എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ഇപ്പോൾ പറഞ്ഞൊന്നും വേറെ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലല്ല എൻ്റെത്. എനിക്കതിനങ്ങനെ താല്പര്യമില്ലെന്ന്. ഇപ്പം എന്തോ തോന്നി വേറെ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന്. പക്ഷേ ഞാൻ രാവിലത്തെ റുട്ടീനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, എനിക്കത് പറ്റിയില്ല. ഇപ്പം ഞാൻ പോകുന്ന വഴിയാണ്, എൻ്റെ കോളേജിലോട്ട് പോവാം. ഇവിടെ തൊട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ കോളേജ് പരിസരം, അതുപോലെ ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചത് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇങ്ങനെ എടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയാവുന്ന 1-2 പേര് എന്നോട് ചോദിച്ചു എന്താ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും ഇടാത്തത്, ഇപ്പോൾ എന്താ ചുമ്മാ ഡാൻസ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ വീഡിയോ ഒന്നും അങ്ങ് സിൻസിയറായിട്ട് ചെയ്യുന്നില്ലല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അത് എല്ലാവരോടും റിപ്ലൈ ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പോസ്റ്റാണ്, എൻ്റെ 2 ഫ്രണ്ട്സ് വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവരുടെ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ കോളേജ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, കൊല്ലം. കുറച്ച് പേർക്കെങ്കിലും പേര് കേൾക്കുമ്പോൾ അറിയായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ കാത്തുന്ന ആളതേ ഓടി ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഞാൻ ബാക്ക് ക്യാമറ കണ്ടോ കണ്ട വഴി ഓടുന്നുണ്ട് ക്യാമറ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് എന്നെ ഒരു പരുവത്തിലാക്കി. ഇനി ഒരുത്തിയും കൂടെ വരാനുണ്ട്, അവൾ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇവളാണ് ലവൾ, ലേറ്റ് ആയിട്ട് വന്ന ലവൾ. ഞങ്ങൾ ഇത്രയും നേരം പോസ്റ്റ് എടുപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ഞാൻ 2.5 മണിക്കൂർ കാത്തു നിന്നതിന് ശേഷം അവൾ വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ 3 പേര് മാത്രമാണെന്ന്. പക്ഷേ ഞങ്ങളുടെ മറ്റേ സർക്കിളിൽ, ഫ്രണ്ട് സർക്കിളിൽ ഹനുമേനോൻ ഉണ്ണിമൂന്തൻ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളൊരു വലിയ ഒരു ബെൽറ്റാണ്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. 2 പേർ അയർലൻഡിൽ പോയി ഗൈസ്. മറ്റേ ആബിയും പൂജയും അയർലൻഡിൽ പോയി. പിന്നെ ഒരാള് നമ്മുടെ ടീന അരൂരിൽ, അതങ്ങനെയാണ്, ക്യാമറ ഉണ്ട് അസ്കിതയാ, അരൂരിൽ ജോലിക്ക് പോയേക്കാണ്. അല്ലെങ്കിൽ അവളാണ് സാധാരണ എൻ്റെ കൂടെ തെണ്ടിത്തിരിയാൻ വരാറുള്ളത്. പിന്നെ ഉള്ളതാരാ, പിന്നെ നമ്മുടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളുണ്ട്. ആള് പഠിപ്പിക്കണോ എന്ന് അറിയാൻ വയ്യാതെ BEd എടുത്തോണ്ട് തെക്കുവടൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് കണ്ടു കിട്ടുന്നില്ല ഇപ്പോൾ. അയ്യോ, അപ്പോൾ നമുക്കിനി കോളേജൊക്കെ കണ്ടിട്ട് വരാം ഗൈസ്. നമ്മളപ്പോൾ മുകളിലേക്ക് വേണം ടീച്ചേഴ്സിനെ കാണാനായിട്ട്. ഇവിടെ വന്ന ടീച്ചേഴ്സിനെ കാണുന്ന മസ്റ്റാണ് ഗൈസ്. ഞങ്ങളുടെ കോളേജിൽ ലിഫ്റ്റൊക്കെ വന്നു ഗൈസ്. ഞങ്ങൾ പഠിച്ചപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എന്തായാലും സൗകര്യമായി ഇപ്പോൾ. എന്നാലും നമ്മൾ ഈ ലാത്തി വെച്ചിട്ട് ഈ സ്റ്റെപ്പ് കയറി പോകുന്നതിൻ്റെ സുഖം എവിടെയും കിട്ടത്തില്ല. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പഠിച്ചത് BSc സുവോളജി ആയിരുന്നു. ഇതാണ് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. നമ്മൾ എത്ര ഇതായിട്ട് നിന്നാലും ഓടി വന്ന് കണ്ടിട്ടേ പോകുള്ളൂ.
എന്ന് ഓർക്കാൻ പറ്റുന്ന 2021 ബാച്ചിലെ മറക്കാത്ത കുട്ടികൾ കേട്ടോ. നന്നായിട്ട് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മ്യൂസിയമാണ്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മ്യൂസിയമാണ്. ഇത് ആദ്യം ചെറുതായിരുന്നു, പിന്നീട് ഇത് പുതുക്കി പണിത് വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇത് സ്പീഡിന് കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ വീഡിയോ അധികം ലെങ്തി ആക്കാതിരിക്കാനാണ് ഇങ്ങനെ സ്പീഡിന് കാണിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ സാധനങ്ങളാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഒരു വീഡിയോയിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല. കണ്ടോ, തുമ്പിയും ബട്ടർഫ്ലൈയും ഉൾപ്പെടെ അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഓരോത് കാണിക്കാൻ നിന്ന ഈ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ സ്പീഡിനിട്ടതാണ്. വലിയ അത്യാവശ്യം വലുതായിട്ട് പണിതൊക്കെ നല്ല രസമാണ് കേട്ടോ, കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എന്തിങ്ങനെ പരതി ഞങ്ങൾ എല്ലായിടവും നടക്കുകയാണ്. സ്റ്റാർ ഫിഷൊക്കെ കണ്ടോ, സ്റ്റാർ ഫിഷ്. ഇത് പാമ്പിൻ്റെ മോഡലാണ്. ഒറിജിനൽ പാമ്പിൻ്റെ തന്നെ ലാസ്റ്റ് കടിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതേ കണ്ടോ, ഞണ്ട്. നമ്മുടെ ഇതൊക്കെ സുവോളജി ഭാഷ പറയുമ്പോൾ വേറെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ പഠിക്കാൻ വരാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കോളേജ് അങ്ങനെ ഭയങ്കര കിടിലും കോളേജ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ഇടയിൽ എന്നെ പോലത്തെ ഒരു സാധനം. അപ്പോൾ ആ ഫ്രണ്ട്സ് ഗ്യാങ്, ആ ഒരു ഫ്രണ്ട് സർക്കിള്, അതെല്ലാം ഒരു കുറച്ച് മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ അവിടെ എവിടെയും പരിധി നടപ്പുണ്ട്. മോദകം അയ്യോ, ഇതെന്താ ചുമന്നിരിക്കുന്നത്? പിന്നെ ചുമന്നല്ലേ ഇരിക്കുന്നത്. അല്ല, അതിന്റെ മാത്രം വെള്ളം അത് ബില്ലുറൂബി എനിക്കുള്ളതുമായിട്ടുള്ള സാധനം നോക്കട്ടെ, നിനക്കുള്ള സാധനം. നിങ്ങൾ കണ്ടോ ഗൈസ്, കിങ് കോബ്രയെ കണ്ടോ? നമ്മളപ്പം മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ, എവിടെ പോലും ഫുഡ് കഴിക്കുന്ന മെയിനാണല്ലോ. അതിനായിട്ട് നേരെ കോളേജ് ക്യാൻറ്റീനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ പറയുന്ന പരദൂഷണമൊന്നും എല്ലാം നിങ്ങളെ കേൾപ്പിക്കേണ്ടതില്ല. ഇതാണ് കേട്ടോ ഞങ്ങൾ ഓഡിറ്റോറിയം. പിന്നെ ഇവർ ഈ കിടന്ന് ഇടയ്ക്ക് അലച്ചുകൊണ്ടിരുന്നത്, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടേ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. പാവങ്ങൾ, ഞാൻ പറഞ്ഞു വിശ്വസിച്ചു. എനിക്ക് എന്തായാലും ഉടനെ ഇരുട്ടത്തടി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കോളേജൊക്കെ കറങ്ങി കണ്ടു. അത് കഴിഞ്ഞിട്ട് പറ്റുന്ന വിധത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നോ വ്ളോഗെന്നോ അതിനെന്ത് വേണേലും പറയാം. ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ വീടോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി നേരെ വീട്ടിലോട്ട് പോകും. വേറെ പരിപാടിയൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.